പരിശുദ്ധ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. ഹെരോദോസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ച്, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെരോദോസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിന്റെ ഇടയിലെ നിയമജനെയും വിളിച്ചുകൂട്ടി, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബേത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബേത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കുവാനുള്ളവൻ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോ ഹെരോദോസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചവനു. അവൻ അവരെ ബേത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കടന്നിരുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും വേറെയും കാഴ്ചയായി സമർപ്പിച്ചു. ഹെരോദോസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുത് എന്ന സുഫലത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് അവർ മടങ്ങി. ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റർ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരിമാരെ, പ്രിയ കുഞ്ഞു മക്കളെ, ആരാധനക്രമ വത്സരത്തിലെ പിറവി കാലഘട്ടം 1ാമത്തെ ഞായറാഴ്ചയാണ് ഇത്. ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച 2024 നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്നേ ദിവസം തിരുസഭ ആകമാനം തിരുകുടുംബത്തിന്റെ തിരുനാളായിട്ട് ആഘോഷിക്കുന്ന സുദിനം കൂടിയാണ്. അതിന് പറ്റിയ രീതിയിലുള്ള ചിന്തകളുമായിട്ടാണ് ഇന്നത്തെ വചനഭാഗം മുഴുവനും സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അവിടെ ഒരു മകന്റെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പാണ്. അതിന്റെ ബാക്കി എന്നപോലെയാണ് പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 2ാം ഭാഗം എന്നപോലെ പറഞ്ഞു വെച്ചിരിക്കുന്ന വചനങ്ങളും നമ്മൾ ശ്രമിച്ചത്. ഇതാ 3ാമത്തെ വായനകൾ സുവിശേഷ ഭാഗത്ത് ജ്ഞാനികൾ ബേത്ലഹേം എന്ന് പറയുന്ന നഗരത്തിലേക്ക് വന്ന് ക്രിസ്തുവിനെ ആരാധിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ആ ഒരു ഭാഗമാണ് വചന വിചിന്തനത്തിനായി സഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ജ്ഞാനികളുടെ ഈ സന്ദർശനം തന്നെയാണ് തിരുകുടുംബത്തിന്റെ തിരുനാൾ ദിനത്തെ വായനയായിട്ട് സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്തിനു വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ആയിരിക്കുന്ന കുടുംബങ്ങൾ മുഴുവനും തിരുകുടുംബങ്ങളായിട്ട് മാറേണ്ടതാണ് എന്നുള്ള ചിന്ത
വിചിന്തന വിഷയം പോലെ വചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുകയാണ്. ഈ കുടുംബത്തിൽ നിന്ന് തിരുക്കുടുംബത്തിലേക്കുള്ള അകലം എത്രമാത്രം ദൂരെയാണ് എന്നുള്ള കാര്യം ചിന്തിക്കുവാനും ആ അകലം കുറച്ചുകൊണ്ട് വരുവാനും ഒക്കെ ആയിട്ടാണ് ഈ തിരുക്കുടുംബത്തിന്റെ തിരുനാൾ സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, തിരുക്കുടുംബം സാധാരണ ഒരു കുടുംബം പോലെ തന്നെയാണ് കഴിഞ്ഞു പോയത്. 30 വർഷ കാലഘട്ടങ്ങൾ മുഴുവനും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ സന്തോഷം മാത്രമല്ല തിരുക്കുടുംബത്തിൽ ഉണ്ടായിരുന്നെന്ന് കാണുവാൻ സാധിക്കും. സങ്കടം മാത്രമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. എങ്കിലും അത് താങ്ങി നിർത്തുവാൻ വേണ്ടി അവര് 3 പേരും ഒരുമിച്ച് നിലകൊണ്ടു എന്നുള്ളതാണ് ആ ഒരു കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റുവാനുള്ള കാരണം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, സങ്കടം വന്നു കഴിഞ്ഞപ്പോൾ ഒത്തൊരുമിച്ച് സങ്കടത്തിന്റെ കൂടെ നിൽക്കുന്ന മാതാപിതാക്കളെയും മകനെയും നമുക്ക് കാണുവാൻ സാധിക്കും. പാലായനം ചെയ്യേണ്ട അവസരങ്ങളിൽ പോലും പാലായനം ചെയ്യുവാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ജീവിത പങ്കാളിയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരു കുടുംബത്തിൽ നിശബ്ദത പാലിക്കേണ്ട അവസരത്തിൽ മുഴുവൻ നിശബ്ദത പാലിക്കേണ്ട ഒരു നല്ല ഒരു അപ്പനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ നടുവിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ ഒരു അമ്മ എന്ന നിലയ്ക്ക് മറിയത്തിന് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അത് മുഴുവനും ഹൃദയത്തിൽ സംഭരിച്ചുകൊണ്ട് നിശബ്ദമായിട്ട് സഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ മുഴുവനും കണ്ട് കേട്ട് അറിഞ്ഞു വളർന്നു വന്ന ഒരു മകനെ 30 വർഷ കാലഘട്ടം ഈ തിരുക്കുടുംബത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പന്റെ പണി ആശാരപ്പണിയാണ് എന്ന് മനസ്സിലാക്കി, വലിയ സമ്പന്ന കുടുംബമല്ല എന്ന് മനസ്സിലാക്കി അപ്പനെ ആ ജോലി മേഖലകളിൽ മുഴുവൻ സഹായിക്കുന്ന മകനെ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തിരുക്കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷം മാത്രം നൽകുന്ന ഒരു കുടുംബജീവിതം മാത്രമായിരുന്നില്ല എന്ന് കാണുവാൻ സാധിക്കും. സുഖ ദുഃഖ സമ്മിശ്രമായ കുടുംബജീവിതത്തെ അവർ തിരുക്കുടുംബമാക്കി മാറ്റുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഈ തിരുക്കുടുംബ തിരുനാൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വലിയ വെല്ലുവിളി. പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റുവാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. ഒത്തൊരുമയാണ്, കൂട്ടായ്മയാണ്, ഐക്യമാണ് ഇതിനെല്ലാം നടുവിൽ നിൽക്കുന്ന ഒരു ദൈവിക സ്നേഹമാണ് ഈ ഒരു കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റുന്നത്. ദൈവികമായ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നിടത്ത് പരാതികളില്ല എന്ന് നമുക്കറിയാം. പരാതികൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ മുഴുവൻ ആകമാനം സംശീകരിച്ചുകൊണ്ട് സ്വീകരിക്കുവാനുള്ള വലിയ മാനസിക അവസ്ഥ ഉണ്ടാകുവാൻ അത് കാരണമാകും. കുഞ്ഞുങ്ങൾ നമ്മുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞാണ് വളരേണ്ടത്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലൂടെ മുന്നേറുന്ന സമയത്ത് പോലും മാതാപിതാക്കളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിച്ച കാരണമെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കഷ്ടപ്പാട് എന്താണ് എന്ന് കണ്ട് കേട്ട് അറിഞ്ഞു വളർന്നു വന്നവരാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം മാതാപിതാക്കൾ തങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിയിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് എന്ന് ചിന്തിക്കുവാൻ കൂടി ഈ ഒരു തിരുക്കുടുംബ തിരുനാൾ നമ്മെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ കഷ്ടപ്പാടുകൾ അറിഞ്ഞു വളരട്ടെ, കൂടെ നിൽക്കും. നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ കൂടത്തില് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നിങ്ങൾ ചെലുത്തുന്ന ബുദ്ധിമുട്ടുകളുടെ നടുവിലും അവർ കൂടെ നിൽക്കുവാൻ കാരണമാകും. കഷ്ടപ്പാടുകൾ അറിയാത്ത മക്കൾ ചിലപ്പോൾ ചെറിയ വേദനയും സങ്കടങ്ങളും സഹനങ്ങളും വന്നു കഴിയുമ്പോൾ തളർന്നു പോകുവാൻ ഇടവന്നു വരാം. അങ്ങനെ തളർന്നു പോകേണ്ടവരല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. ഏത് തീരും വെയിലത്തും പാടാതെ നിൽക്കേണ്ടവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ മുഴുവൻ കണ്ട് കേട്ട് അറിഞ്ഞ് വളരുവാൻ കാരണമാകട്ടെ. കുടുംബത്തിലെ സാമൂഹ്യ അനുസരിച്ച് വേണം കുഞ്ഞുങ്ങൾ വളർന്നു വരുവാനായിട്ട്. ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നുപോയ ആ കഷ്ടപ്പാടുകളൊന്നും മക്കൾക്ക് കടന്നു വരുവാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കഷ്ടപ്പാടുകൾ അറിയിക്കാതെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മറ്റൊരു അവസരത്തിൽ വീണു പോകുവാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് ഏത് കുടുംബവുമായി കൊള്ളട്ടെ, കുഞ്ഞുങ്ങൾ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് വളരുവാൻ കാരണമാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കുമ്പോൾ ജ്ഞാനികളുടെ ഒരു സന്ദർശനമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ജ്ഞാനികൾ കിഴക്ക് കണ്ട നക്ഷത്രം ലക്ഷ്യമാക്കി ക്രിസ്തുവിനെ ആരാധിക്കുവാൻ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാവികേറ്റമൊന്നുമില്ലാത്ത ആ സമയത്ത് പോലും ആകാശത്തിന് ഭാവവ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജ്ഞാനികൾ മുന്നോട്ട് പോകാൻ കാരണമാകുന്നത് അന്നത്തെ കാലഘട്ടത്തിലും ഇതുപോലെ ആകാശത്തിന് ഭാവവ്യത്യാസങ്ങൾ അറിയുവാൻ സാധിക്കുന്ന വലിയ വിജ്ഞാനികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. ഇന്നത്തെ നാവികേറ്റത്തെ പോലും അതിജീവിക്കുന്ന അതിലംഘിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അവരുടെ പക്കൽ ഉണ്ടായിരുന്നു. ദൈവികമായ സന്ദേശങ്ങൾ പ്രവാചകന്മാർ വഴി അവർക്ക് ലഭ്യമാകുമ്പോൾ ആ മുന്നറിയിപ്പുകൾ അവർ അവഗണിക്കാറില്ല. അതുകൊണ്ടാണ് തൊട്ടടുത്ത് ബേത്ലഹേം എന്ന് പറയുന്ന കൊച്ചു നഗരത്തിൽ ഈ ക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ രാജാവ് പോലും ഈ ഒരു വലിയ സത്യാവസ്ഥ അറിയാതെ പോകുവാനുള്ള കാരണം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, തൊട്ടടുത്തുള്ള വീട്ടില് ഇതുപോലെ വലിയൊരു സംഭവം നടന്നിട്ട് പോലും അറിയാതെ പോകുന്ന രാജാവിന്റെ അവസ്ഥവിശേഷം ദൂരദേശത്ത് നിന്ന് വന്നിരിക്കുന്ന ജ്ഞാനികൾ പറയുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം നടന്ന കാര്യം പോലും അവൻ തിരിച്ചറിയുന്നത്. ആദ്യം അവനെ ബാധിക്കുന്നത് അസ്വസ്ഥതയാണ്. അവൻ അസ്വസ്ഥനായി. ആ അസ്വസ്ഥതയാണ് എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കുവാനും ബാക്കിയുള്ള നിയമജനെയൊക്കെ വിളിച്ചു ചേർക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവികമായ ജ്ഞാനപ്രകാരം അവർ മറ്റൊരു വഴിയെ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കാതെ തിരികെ പോയി എന്നുള്ള കാര്യം പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ചില നക്ഷത്രങ്ങൾ അടയാളങ്ങളായിട്ട് കടന്നു വന്നെന്ന് വരാം. ചിലപ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന ചില അപകടങ്ങൾക്ക് മുന്നോടിയായിട്ട് ചില മുന്നറിയിപ്പുകൾ പോലെ അടയാളങ്ങൾ ദൈവദൂതന്മാർ വഴിയായിട്ട് നമുക്ക് ലഭിക്കാറില്ലേ? ഇതുപോലെ ദൈവികമായ ജ്ഞാനം കൊണ്ട് ദൈവികമായ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തിക്താനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് പോലും വലിയ അടയാളങ്ങൾ വഴിയായിട്ട് ദൈവം നമ്മെ ചില സത്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ സാധിക്കണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ദൈവാരാധനയ്ക്കായിട്ട് ദേവാലയത്തിൽ കടന്നു വരണം എന്നുള്ള കാര്യവും ഇവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. വീണ്ടും സമർപ്പിക്കുവാനായിട്ട് ജ്ഞാനികളുടെ കയ്യിൽ പൊന്നും മേറയും മുത്തിരിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കുള്ളത് അവർ സമർപ്പിക്കുന്ന രീതിയാണ് സ്വീകരിച്ചത്. ആരാധിക്കാൻ വരുന്നവരുടെ പക്കൽ തങ്ങൾക്കുള്ള ഒരു ഭാഗം മാറ്റിവെക്കുവാൻ കൂടി സാധിക്കണം എന്നുള്ള ചിന്ത ഈ ജ്ഞാനികളുടെ സന്ദർശനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ, അപേക്ഷകളും യാചനകളും നിരത്തി പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമല്ല എന്നും ദൈവാരാധനയ്ക്കായിട്ടാണ് വരുന്നത് എന്നുള്ള ചിന്തയോടുകൂടി ദേവാലയത്തെ സമീപിക്കണം എന്നുള്ള ചിന്ത കൂടി ഈ ഒരു സുവിശേഷ ഭാഗം മുമ്പിൽ വയ്ക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ ദൈവാരാധനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് ഒത്തിരിയേറെ അടയാളങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട് കാണുവാൻ സാധിക്കും. വഴി നടത്തുന്ന ഒരു ദൈവത്തെ അനുഭവിച്ചറിയുവാൻ സാധിക്കും. ദൈവം കൂടെയുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാകും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു 2024 വർഷം നമ്മളിന്ന് കടന്നു പോകാൻ ഏതാനും മണിക്കൂറുകളും ഏതാനും ദിവസങ്ങളും മാത്രമേ ഉള്ളൂ. 2025 ഔദ്യോഗികമായിട്ട് ജൂബിലി വർഷമായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന വർഷം കൂടിയാണ്. പ്രത്യേകമായിട്ട് ഈ വർഷ കാലഘട്ടം നമുക്ക് അനുഗ്രഹപ്രദമാകണം. കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു വർഷമായിട്ട് 2025 മാറുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വഴി നടത്തുന്ന ജ്ഞാനികളെ വഴി നടത്തുന്ന നക്ഷത്രം പോലെ നമുക്ക് വഴി നടത്തുന്ന ഒരു ദൈവം ഉണ്ടാകണം എന്നുള്ള ചിന്തയോടുകൂടി ഈ ഒരു ദൈവാരാധനയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു വലിയ ഒരു ഉദാശ പൂർത്തീകരിക്കുവാൻ സാധിക്കട്ടെ.
ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ ഈ പിറവി കാലഘട്ടം ഒന്നാമത്തെ ഞായറാഴ്ച സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.